ഇന്നലെ മന്ത്രി സജി ചെറിയാൻ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. സത്യത്തിൽ വീണ ജോർജിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. വെടി പൊട്ടിച്ചല്ല, അതൊരു മണ്ടത്തരമാണെന്ന് തുടങ്ങി പറയാം. ശുദ്ധാത്മാവായതുകൊണ്ട് ഒരു മണ്ടത്തരം അല്ല, ശുദ്ധാത്മാവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാനല്ലാതെ പറഞ്ഞു ശുദ്ധാത്മാവെന്ന് പറയാൻ പറ്റില്ല. വെടി പൊട്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞ ഒരു തള്ളി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതായത് വീണ ജോർജിനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അങ്ങ് പാളിപ്പോയി, കയ്യിൽ നിന്നില്ല. നാക്കുപിഴ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ നാക്കുപിഴ എന്ന് പറയാം അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞതൊന്നാണെങ്കിലും കൊണ്ടത് വേറൊരു തരത്തിലാണ് പുറത്തു വരികയും കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് ഈ പറയുന്ന പോലെ ബൂമറങ് ആയെന്ന് പറയും അല്ലേ? ചെന്ന് ഈ എറിഞ്ഞിട്ട് അത് പിച്ച് ചെയ്ത് നേരെ നെഞ്ചിലേക്ക് തന്നെ വന്നു. അതെ. അപ്പോൾ ഇതില് സംഗതി മറ്റൊന്നുമില്ല, നമ്മൾ വളച്ചിട്ടാതെ തന്നെ പറയാം. പ്രീത പറഞ്ഞ ആദ്യ സെന്റൻസിൽ തന്നെ ഞാൻ പറയാം, സജി ചെറിയാന് ഇതേപോലെ നിരവധി പറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന് പറ്റിയത്, വീണയെ സഹായിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പോലെ സർക്കാർ ആശുപത്രിയിൽ ഞാനൊരു രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എനിക്ക് അവിടെ നിന്ന് നല്ലവണ്ണം ചികിത്സ കിട്ടാത്തത് കൊണ്ട് എനിക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി, അതുകൊണ്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. അതൊരിക്കലും ഒരു മന്ത്രി പറയാൻ പാടുള്ളതല്ല അല്ലേ? ഇപ്പൊ ഈ സർക്കാർ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ സർക്കാരാണ്. നമ്മളെല്ലാം സാധാരണക്കാരായ ആൾക്കാർ, നമുക്കൊരു അസുഖം വന്നാൽ എറണാകുളം ജില്ലയിൽ നമ്മൾ നേരെ ഓടിപ്പോകും. അത് നമ്മുടെ ഒരു കൺസെപ്റ്റിന്റെ കുഴപ്പമാണ്. ചേട്ടൻ പറഞ്ഞല്ലോ സാധാരണക്കാരുടെ സർക്കാരാണെന്ന്. അപ്പൊ അത് മാറിപ്പോയില്ലേ? മന്ത്രിമാരും സാധാരണക്കാരല്ല. അല്ല, ഇപ്പോഴത്തെ മന്ത്രിസഭ കോർപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞതില് ഒരു ചേട്ടന്റെ ഒരു കൺസെപ്റ്റ് അതാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അതാണ്. അതുകൊണ്ട് നമ്മളത് പറഞ്ഞു. അതെ, അത് പോയി. അപ്പൊ ചേട്ടാ എന്താ ഈ പറയണേ? അവര് ഈ പോകുന്ന ഈ ചായയും പഴംപൊരിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുക വരെ ഖജനാവിന്ന് എഴുതിയെടുക്കുന്ന ടീംസ് ആണ്. അവർക്കുണ്ട് എന്റെ പൊന്നേട്ടാ, ഇതിനേക്കാൾ കൂടുതൽ പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു ചായയുടെയും പഴംപൊരിയുടെയും പൈസ എഴുതി കിട്ടിയിട്ട് വേണോ ഇവർക്ക്? നമ്മുടെ പോലെയാണോ അവരുടെ അവസ്ഥ? ഒരു കാര്യം അറിയോ, ഇത് പറഞ്ഞുകൊണ്ട് പറയുക, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീൻ മീൻസ് സാധാരണക്കാർ അവിടുത്തെ ആൾക്കാർക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു കോഫി ഹൗസും ഉണ്ട്. ഈ കോഫി ഹൗസിൽ രാവിലെ മുതൽ പാവം ഈ പയ്യന്മാരുണ്ട്. ഇവർക്ക് ഇങ്ങനെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കാപ്പി, ചായ, പഴംപൊരി അല്ലെങ്കിൽ ഈ പറയുന്ന പലഹാരങ്ങളൊക്കെ കൊണ്ട് നടക്കലാണ് പണി. പിന്നെ പ്രമുഖരുണ്ട്, അവിടെ ഇരുന്ന് കുടിക്കാതെ 7 വട്ടം അവിടെ വന്ന് കോഫി ഹൗസിലെ കാപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, വന്നിരുന്ന് കഴിക്കുന്ന മഹാന്മാരുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ വിഷയം നമ്മൾ മാറിപ്പോകുന്നതല്ല. ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള കുറെ സുഖ സൗകര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സാധാരണക്കാരൻ്റെ അല്ല, അവർ വലിയ ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ സുഖ സൗകര്യങ്ങൾ എന്നല്ലാണ് നമ്മൾ ഈ പറയുന്ന ഇത്രയും ഒന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. സാധാരണക്കാരന് ഇപ്പം നമുക്ക് അസുഖം വന്നാൽ നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിലായിരിക്കും, എറണാകുളം ജില്ലാ ആശുപത്രിയിൽ. ഒരു മന്ത്രി ഇത്തരത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. ഒരു മന്ത്രി ഇങ്ങനെ നമ്മൾ തമാശയോടെ പറഞ്ഞാൽ എനിക്കൊരു കുരു വന്നു, ഈ കുരു ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ നോക്കിയിട്ട് ആ കുരു പോയില്ല, ആ കുരു കൂടുതൽ ആയപ്പോൾ ഞാൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. ഇത് അദ്ദേഹം പറഞ്ഞ ഭാഷയല്ല, ഇത് നമ്മളെ തനി നാടൻ ഭാഷയിൽ പറയുന്നതാണ്. അങ്ങനെ ആ കുരു ഭേദമായത് ഈ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ചപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു മന്ത്രി പറയുന്ന അവസരത്തിൽ ഒരു പോയിന്റ് കൂടെ, നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്ന പോലെ, വീണയെ സഹായിക്കാനായി ഇറങ്ങി. ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടോ? മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുക? അമേരിക്കയിൽ പോയി അല്ലേ? അമേരിക്കയിൽ പോയിരിക്കുക. അദ്ദേഹം എന്തിനാ പോയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക്. അദ്ദേഹത്തിന് ഇവിടെ കേരളത്തിലെ ആശുപത്രികൾ ഇല്ലാഞ്ഞിട്ടാണോ? ഉണ്ട്. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണ്? അസൂഷയാണ് ഇവിടെയുള്ള ആശുപത്രികളുടെ പിന്നെ മികവിൽ ഈ ലോകത്തുള്ളവർക്കെല്ലാം അസൂഷയായതുകൊണ്ടാണ് പൊളിഞ്ഞു വീഴാൻ പോയൊരു കെട്ടിടം ഞങ്ങളത് പൊളിച്ചു മാറ്റുമായിരുന്നു, പക്ഷെ അതിന്റെ ഒരു ഇല്ലാത്ത കാരണം ഉണ്ടാക്കി. വേണമെങ്കിൽ കാറ്റിനെ കുറ്റം പറയും. കാറ്റ് വന്ന് കാറ്റിനെതിരെ എനിക്ക് കേസ് എടുക്കാതിരുന്നാൽ കൊള്ളാം, അതാണ് അവസ്ഥ. കാറ്റിനെതിരെ കേസ് എടുക്കാതിരുന്ന ഭാഗ്യം എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു മുഖ്യമന്ത്രി ഇവിടെ നിന്ന് രാജ്യമാനം, അദ്ദേഹം പോയ ആശുപത്രിയുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അമേരിക്കയിൽ ഏതാണ്ട് അതെ. അപ്പൊ അങ്ങനെ ഒരു കൂടിയ ആശുപത്രിയിൽ, സത്യം പറയട്ടെ, ഈ അമേരിക്കയിൽ ഈ പറയുന്ന കേരളത്തിന്റെ അത്രയൊന്നും നല്ല ആശുപത്രി ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. കാര്യം നമുക്ക് ഇവിടെ കിട്ടുന്ന ചികിത്സ ഒരു ചെറിയ അറിവാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. ഒരു ചെറിയ അറിവിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അത് അറിയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പനി വന്നാൽ പോലും അങ്ങനെ ഇപ്പൊ സാധാരണക്കാരുടെ ഒരുപാട് പേരുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളായിട്ട് നിന്ന് പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു അസുഖം വരുമ്പോൾ അവർ വീട്ടുകാരെ വിളിക്കുമ്പോൾ അവർ
മക്കളെ ഇന്നതുപോലെ നമ്മൾ കൊണ്ടുപോയാൽ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചോ. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞെന്നറിയോ, അമ്മേ അച്ഛ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല ഈ ആശുപത്രികളിലൊക്കെ, അവിടെ ഒന്നും നമ്മൾ ഇവിടുത്തെ സൗകര്യം പോലും ഇല്ല അച്ഛാ, കുറെ ഷോകളൊക്കെ ഉള്ളൂ എന്ന് അച്ഛനും അമ്മയും ഈ കുട്ടികൾ വിളിച്ച് പറയാറുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കേരളത്തിലുള്ള ചികിത്സാ സൗകര്യത്തിനപ്പുറം ഈ അമേരിക്കയിലൊന്നും ഒരു ഉണ്ടയും ഇല്ല. ഇത് എന്റെ കൂട്ടുകാരുടെ ചിലരുടെ മക്കളൊക്കെ അവർ മാത്രമല്ല ചില ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാണെങ്കിൽ ബുക്ക് ചെയ്ത് ഒരാഴ്ചയൊക്കെ കാത്തിരിക്കണം. അവസ്ഥ എന്തായി? ഈ കാരണം ഷോ ഓഫ് ഉള്ളതെന്നാ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ചില മറ്റു സാമൂഹിക മാധ്യമങ്ങളിലുള്ളവരൊക്കെ പറയുന്ന പോലെ ഇനി എന്തെങ്കിലും മറ്റു ബിസിനസ് ഇടപാടുകൾക്കാണ് അദ്ദേഹം അമേരിക്കയിൽ പോയെന്നുള്ളതും നമുക്കറിയില്ല. പിന്നെ ചേട്ടൻ ഇത് പറഞ്ഞപ്പോ ചേർത്ത് വയ്ക്കാന്ന് മറ്റൊരു കാര്യം എന്ന് തോന്നിയത്, നമ്മള് തമാശയ്ക്കൊക്കെ പറയുമെങ്കിലും ഈ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിഷയം വന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് മന്ത്രി സജി ചെറിയാന് സംഭവിച്ചതുമായിട്ടൊന്ന് ചേർത്ത് കെട്ടി നോക്കി. അദ്ദേഹത്തിന്റെ അസുഖം മാറിയില്ല, അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ പോയി. ഇവിടെ പല സാധനങ്ങളും ഇല്ല, അല്ല എക്യുപ്മെന്റ്സ് ഇല്ല, ആശുപത്രി മരുന്നുകൾ പോലും ഇല്ല, മരുന്നില്ല, പാരസെറ്റമോൾ പോലും ഇല്ല. ആ ഒരു അവസ്ഥയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഇല്ലേ, അതിന്റെ അനുബന്ധം എന്നോണം അതിന് പെട്ടെന്നാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത്. അതിന്റെ അനുബന്ധം എന്നോണമാണ് ഈ തള്ള് ഇവിടെ വരുന്നത്. അപ്പൊ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. ഒരു മന്ത്രി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ട് നടക്കുന്നില്ല. അതിനു മുമ്പ് പറയുന്ന ഒരു ഡോക്ടർ, പ്രമുഖനായ ഡോക്ടർ തന്നെ പറയുന്നു ഇവിടെ സംവിധാനങ്ങളൊന്നുമില്ല, ഞാൻ പല പടികൾ കയറി ഇറങ്ങി, പല കത്തുകൾ കൊടുത്തു, പലരെയും കണ്ടു, ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടുകൂടി പറന്നെത്തുകയാണ് എല്ലാ എക്യുപ്മെന്റ്സും. ഈ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഫണ്ടുണ്ടാവും. അത് പ്രത്യേക സാഹചര്യങ്ങളിൽ മുളച്ചു വരുന്നതാണ്. അതെ, അപ്പൊ നമ്മളിങ്ങനെ 3 കാര്യങ്ങൾ ഒത്തുചേർത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു ചങ്ങല തന്നെ അല്ലെ, ഒരു അതായത് ഇങ്ങനെ ദൈവം പടിയായിട്ട് പണി കൊടുത്തോണ്ടിരിക്കുന്ന തോന്നുന്നത്. ഒന്ന് ഈ ഡോക്ടറുടെ കേസ് വന്നൊരു അഹങ്കാരം, ആ അഹങ്കാരത്തിന് മറുത്തൊരു അഹങ്കാരം തിരിച്ചു പറയുമ്പോൾ ഇതായിരിക്കണം, നീ അത്ര വലിയ കൊത്തണ്ട, അടുത്ത ദൈവത്തിന്റെ അടുത്തൊരു പണി, അതിലൊരു പാവ സ്ത്രീ. അല്ല, ഈ പറയുന്നത് പോലെ സാധാരണക്കാരന്റെ ഒരു നിലവിളി എന്ന് പറയുന്നത്, നമ്മൾ പറയുമല്ലോ ഇപ്പൊ കാലത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാവും, തീർപ്പുണ്ടാവും, കാലത്തിന്റെ മറുപടി ഉണ്ടാവും. ആ തീർപ്പ് എന്ന് പറയുന്നത് ആർക്കും തടുക്കാൻ കഴിയില്ല. നമ്മൾ എത്ര എന്തൊക്കെ ചെയ്താലും അതിന് അവസാനം ഒരു തീർപ്പുണ്ടാവും. അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളിടത്താണ് വിജയം. ആ വിജയത്തിലേക്ക് ഇവരെത്തുമെന്നുള്ളത് എനിക്കൊരു പ്രതീക്ഷയില്ല. ഒരിക്കലും അങ്ങനെ എത്താൻ സാധ്യത. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും. ഈ അവസരത്തിലെ ഗവൺമെന്റ് ആശുപത്രിയിലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ, ഇങ്ങനെ കത്തി പിടിച്ചിരിക്കുന്ന അവസരത്തിലാണ് ഒരു മുഖ്യമന്ത്രി തന്റെ ആരോഗ്യ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ വാക്കുകളെ സാധൂകരിക്കാൻ ഇവിടെ കുറെ കൂലിത്തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട്. തൊഴിലാളികളാണ്, ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, തൊഴിലാണ്, എഴുത്ത് തൊഴിലാണ്, സപ്പോർട്ടിങ് തൊഴിലാണ് അല്ലെ. അപ്പം പ്രീത, ഇതിൽ നമുക്ക് ഒരു പോയിന്റ് പറയേണ്ടി വരും. അതായത് നമ്മൾ ഈ പറയുന്ന ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രമുഖനായ ഇടത് ചിന്തകൻ, അല്ലെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. നിങ്ങൾ കോട്ടയത്ത് ആ ജയകുമാർ ഡോക്ടറെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്തെല്ലാം പറഞ്ഞു എന്നറിയാമോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് പൂട്ട് പൂജിക്കേണ്ടതാണ്, അദ്ദേഹം അങ്ങനത്തെ ഡോക്ടറാണ്. സർ, നമുക്കൊന്ന് നിങ്ങളോട് പറയാനുള്ളൂ, ആ പറഞ്ഞ വ്യക്തിയോട്, അദ്ദേഹം വലിയ ഡോക്ടർ ആയിരിക്കാം, അദ്ദേഹം സൂപ്രണ്ടായിരിക്കാം, അദ്ദേഹം നിങ്ങൾക്ക് ദൈവതുല്യമായിരിക്കാം, പക്ഷേ ഈ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലാത്തതല്ലേ? അദ്ദേഹത്തിന് അറിയാമല്ലോ. പ്രീത തന്നെ, നമ്മൾ തന്നെ. ചേട്ടാ, ഈ ഡോക്ടർ ഇത് സൂചിപ്പിക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. അപ്പൊ ഇവരിത് വെള്ളം പൂശുന്നതാണ് ഇദ്ദേഹത്തിന് സോപ്പിടാനായിട്ട്. സത്യത്തിൽ അവിടെ പോലും ആ ഡോക്ടറുടെ തലയിൽ കെട്ടിവെച്ച്, അദ്ദേഹം ഒരു ശുദ്ധനായോണ്ട് തുറന്നു പറഞ്ഞില്ല, അദ്ദേഹം വെളി പറഞ്ഞില്ല. അത് ആ ഒരു വീഴ്ച അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചതാണ്. അത് പലരും എന്നിട്ട് അദ്ദേഹത്തിനെ ക്രൂശിച്ചവരെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഇവരെല്ലാം കൂടെ സാമൂഹ്യ മാധ്യമങ്ങളെയാണ് പഴി പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ലേ? ഏച്ചാൽ കള്ളം ഇപ്പൊ പഴയതുപോലെ പോകുന്നില്ല. സജി ചെറിയാൻ ഇത് പറയുമ്പോൾ ഒരു തവണയല്ല ഒരാൾക്ക് അബദ്ധം പറ്റുന്നത്. നമുക്ക് ഒരു വീഴ്ച പറ്റുമ്പോൾ അത് ഒരു വീഴ്ച നമ്മൾ പഠിക്കും അല്ലെ. ഒന്ന്, അദ്ദേഹത്തിന്റെ അമ്മയോട് അദ്ദേഹം ചോദിച്ചു, എന്താ കിളവി നിങ്ങൾ മരിക്കാത്തത്, നിങ്ങൾക്ക് പെൻഷൻ തന്ന് ഞങ്ങൾ മുടിയുകയാണല്ലോ എന്ന് ഒരിക്കൽ അമ്മയോട് ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഭരണഘടനയെ ചീത്ത വിളിച്ചു അല്ലെ, അത് ആരോഗ്യമന്ത്രിയുടെ. ഇപ്പതാ ഇത്. എന്നിട്ട് ഇതിനെ സാധൂകരിക്കാൻ ഇവിടെ കുറേ കൂലി എഴുത്തുകാർ അല്ല, ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണ് ഇപ്പൊ എന്റെയും പ്രജിതയുടെയും നമ്മുടെ ഈ സമൂഹത്തിന്റെയും ഒക്കെ പണം കൊടുത്താണ് ഇവരെയൊക്കെ ഇവിടെ നമ്മൾ ചുമക്കുന്നത്? ഇതൊരു ജുഡീഷ്യറി അല്ലേ, ഒരു വ്യവസ്ഥിതിയല്ലേ? എന്തിന് നമ്മളിങ്ങനെ ചുമക്കണം? അത് അറിയില്ല. ചുമക്കേണ്ടി വരുന്നത് നമ്മൾ ഒരിക്കൽ കുത്തിപ്പോയത് കൊണ്ടാണ്. നമ്മളെ വിധി ഇനി മാറ്റി എഴുതുമോ എന്നുള്ളത് കൂടി നോക്കേണ്ടി വരും. അതിനും ബുദ്ധി ഉണ്ടോ എന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഇവിടുത്തെ കഴുതകൾ എന്ന് തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു കഴുതകളാണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പൊതുജനം കഴുത എന്നുള്ളതാണല്ലോ അവരുടെ മുദ്രാവാക്യം. ഒരു ടാഗ് ലൈൻ. അതെ.